നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വാചാലരാകുന്ന നിരവധി ലോക നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഭാരതത്തിനെയും മോദിയെയും പ്രശംസിക്കുന്ന ട്രംപിനെ നമ്മൾ കാണാതെ പോകരുത്. കാരണം ഇപ്പോഴിതാ ഇന്ത്യ ചുമത്തുന്ന ഉയർന്ന തീരുവയിൽ വീണ്ടും തന്റെ ആശങ്ക ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ ചർച്ചയാകുന്നത്. എന്നാൽ നരേന്ദ്രമോദി മിടുക്കനാണെന്നും അതുകൊണ്ട് തന്നെ തീരുവ പ്രശ്നം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിച്ചു. വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് നരേന്ദ്രമോദിയെക്കുറിച്ചും തീരുവ വിഷയത്തിലും ട്രംപ് തുറന്നു പറഞ്ഞത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മറുതീരുവ ഏർപ്പെടുത്തണമെന്ന് തന്റെ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ നല്ല ഫലങ്ങൾ നൽകുമെന്ന ശുഭപ്രതീക്ഷയാണ് ട്രംപ് വച്ചുപുലർത്തുന്നത്. വിഷയത്തിൽ മോദിയെ പിടക്കാതെയുള്ള പ്രതികരണമാണ് ട്രംപ് നടത്തിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെയാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ എപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അവർ വളരെ മിടുക്കർ തന്നെയാണ്. തീരുവ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകവെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് പറയുന്നത്. അദ്ദേഹം വളരെ മിടുക്കനായ മനുഷ്യനാണ്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഞങ്ങൾ വളരെ നല്ല ചർച്ചകൾ നടത്തി. ഇന്ത്യക്കും നമ്മുടെ രാജ്യത്തിനുമിടയിൽ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുമെന്ന് ഞാൻ കരുതുന്നു. അവർക്കൊരു മികച്ച പ്രധാനമന്ത്രിയുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. അന്യായമായ തീരുവ രീതികളെന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഇന്ത്യൻ നയത്തിനെതിരെ മറുതീരുവ ചുമത്തുമെന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭരണകൂടം നിലപാടെടുത്തിരുന്നു. ഇന്ത്യക്ക് പുറമെ ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ ഭീഷണി നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഫെബ്രുവരി മുതൽ തീരുവകളെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ US-ഉമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ഗണ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. US-ൽ നിന്നുള്ള ഊർജ്ജ വാങ്ങലുകൾ കഴിഞ്ഞ വർഷത്തെ $15 ബില്യൺ നിന്ന് $25 ബില്യൺ ഉയർത്തുമെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഏപ്രിൽ 2 മുതൽ അധികമായി 25% തീരുവ ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി അടിയാകുക ചൈനയ്ക്കായിരിക്കും. ഇത് വ്യക്തമാണ്. വെനസ്വേലയിൽ നിന്ന് ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. ഫെബ്രുവരിയിൽ മാത്രം വെനസ്വേലയിൽ നിന്ന് കയറ്റി അയച്ച എണ്ണയുടെ 40%-ലധികവും ചൈനയിലാണ് വാങ്ങിയത്. ഉപരോധം നേരിടുന്ന ഇറാനിയൻ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നവോ എന്ന് ആരോപിച്ചുകൊണ്ട് 2 ചൈനീസ് പെട്രോകെമിക്കൽസ് ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞ ദിവസം US ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രധാന എണ്ണ സ്രോതസ് കൂടിയായ വെനസ്വേലയ്ക്കെതിരായ നടപടി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.